ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും അധികം കണ്ടന്റുകൾ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ പുറത്തും അകത്തും ഒരുപോലെ കോൺട്രവേഴ്സിക്കിരയായ ഒരു പേരാണ് ജാസ്മിൻ ജാഫറിൻ്റേത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം ജാസ്മിൻ്റെ ആദ്യ പ്രതികരണം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ പറ്റിയും ജാസ്മിൻ അവിടെ കളിച്ച ഗെയിമിനെ പറ്റിയും എന്താണ് ജാസ്മിന് പറയാനുള്ളതെന്ന് അറിയാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. എന്തൊക്കെയായാലും ഒരുപാട് നാൾ ജാസ്മിൻ ഒരു നീണ്ട ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ജാസ്മിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ ഒരു ലൈവ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ലൈവിൻ്റെ ലിങ്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണാൻ ശ്രമിക്കാം. 36 മിനിറ്റോളം വരുന്ന ഒരു ലൈവാണ് ജാസ്മിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ റസ്മിനും ജാസ്മിനും ഗബ്രിയും ജാസ്മിനും അതുപോലെ തന്നെ സിജോയും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റിയും കണക്ഷൻസിനെ പറ്റിയും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ വിജയി ആയിട്ടുള്ള ജിൻഡോ ചേട്ടനെ പറ്റി അതുപോലെ തന്നെ അർജുനെ പറ്റി ശ്രീധുവിനെ പറ്റി ബിഗ് ബോസ് ഹൗസിലെ സകലമാന കോംബോയെ പറ്റിയും ജാസ്മിൻ അവിടെ കളിച്ചിരുന്ന ഗെയിമിനെ പറ്റി എല്ലാത്തിനെ പറ്റിയും ജാസ്മിൻ ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അഫ്സലിനെ പറ്റിയും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷനെ പറ്റിയൊന്നും ജാസ്മിൻ അധികം വലുതായിട്ട് ആ ഒരു ലൈവിൽ പറയുന്നില്ല. അത്തരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പോസ് ചെയ്ത് കളയായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, ബിഗ് ബോസ് ഹൗസിലേക്ക് ജാസ്മിൻ എന്ന വ്യക്തി പോയ സമയത്ത് ഫാമിലിയോട് ഇൻ്റർവ്യൂ ചോദിച്ചു വരുന്ന ഏതൊരു ഓൺലൈൻ മീഡിയാസിനും ഇൻ്റർവ്യൂ കൊടുക്കരുതെന്ന് അച്ഛനോടും അമ്മയോടും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിനെ ഏറ്റവും അധികം ജാസ്മിൻ കൂട്ടുകാരനാണെന്ന് വിചാരിച്ച അത്രയും വിശ്വസിച്ച വി ഹിയർ എല്ലാവർക്കും അറിയാൻ പറ്റും. വി ബ്രോ ചെന്നിട്ട് അച്ഛനെയും അമ്മയെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് തൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് പോയി. വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്ത് ഒരുപാട് കാശ് അവനുണ്ടാക്കി. എന്നെ അവൻ ചതിച്ചു എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ റീ എൻട്രി ചെയ്ത് വന്ന സമയത്ത് പുറത്ത് നീ വിശ്വസിക്കുന്ന പലരും നിന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിനെ ആസ്പദമാക്കിയാണെന്നുള്ള കാര്യം ജാസ്മിൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ ആ ഒരു ലൈവിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ലൈവിൽ സംസാരിച്ച വിശദമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ നാളെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ ലൈവ് കണ്ടപ്പോൾ അതിനകത്ത് എടുത്തു പറയാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത്. വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ലൈവിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസണുകളുടെ പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്